സുന്ദരികളെ സുന്ദരന്മാരെ, ഇന്ന് എന്താ പരിപാടി എന്നല്ലേ? നല്ല അടിപൊളി കുമിള് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് കറി വെച്ചാലോ? അപ്പൊ നമുക്ക് കുമിള് കറി വെക്കണമെങ്കിൽ അതിനുള്ള സാധനങ്ങൾ വേണ്ടേ? എന്തൊക്കെയാണല്ലേ? കൊച്ചുള്ളി, ഒരു സവാള, ഒരു തക്കാളിപ്പഴം, കുറച്ച് തേങ്ങാക്കൊത്ത്, 2 പച്ചമുളക്, ഉരുളക്കിഴങ്ങ്. പിന്നെ എന്ത് വേണം? കരിയാപ്പല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങ വേണം. തേങ്ങ ഇങ്ങനെയല്ല ഇടുന്നത്, നല്ല തിരുമ്മി വറുത്ത് വെക്കണം. എന്നിട്ട് അരച്ചാണ് ഇതിൽ ചേർക്കുന്നത്. അപ്പൊ അതെങ്ങനെ നോക്കാം. ചട്ടി വെച്ച് ചട്ടി ചൂടാകുമ്പോഴത്തേന് നമ്മുടെ തേങ്ങ അതിലേക്കിട്ട് വറക്കാം. നല്ല ഗോൾഡൻ കളർ ആകുന്നത് വരെ തേങ്ങ നമുക്ക് വറുത്തെടുക്കാം. അപ്പൊ നമ്മൾ വറുത്ത തേങ്ങയിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് തീ വേണ്ട, ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേന് തണുത്ത് കഴിഞ്ഞിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കാം. ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കും. പച്ചമുളക്, ഉരുളക്കിഴങ്ങ് എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചൂടായ ഒന്ന് നേരത്തെ നമ്മുടെ കുമിള് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ കുമിളൊന്ന് ഈ ചൂടിലിരുന്ന് ഒന്ന് വാടി വരുമ്പോഴത്തേന് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. ഈ സവാളയും എല്ലാം ഒന്ന് പെട്ടെന്നൊന്ന് വാടി കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് ഉപ്പിട്ട് ഒന്ന് അടച്ചു വെച്ച് ചെറുതായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പൊ നമ്മുടെ വാടി വന്ന കുമിളിലേക്ക് നമ്മൾ അരച്ചെടുത്ത് നമ്മുടെ തേങ്ങയുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഗ്രേവി വേണ്ടുന്നവർക്ക് വെള്ളം ഒഴിക്കാം, പക്ഷെ ഒരുപാട് വെള്ളം ഒഴിക്കാതിരിക്കുന്നതാണ് കറിക്ക് ടേസ്റ്റ്. ഇത് ഒന്ന് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. നമുക്ക് ഈ കുമ്പിളിന്റെ കൂടെ കഴിക്കാൻ ചൂടോടെ 2 ദോശയും കൂടെ ചുട്ടാലോ? നമ്മുടെ കറി ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അടിപൊളി ദോശയും നമ്മുടെ കുമിള് കറിയും റെഡി ആയിട്ടുണ്ട്. ക്യാമറമാൻ ജൽദി ഫോക്കസ് കരോ.
അപ്പൊ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഉണ്ടാക്കിയോണ്ട് സ്വയം പറയുന്നതല്ല കേട്ടോ, നന്നായിട്ടുണ്ട്. അപ്പൊ എല്ലാരും എന്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. അശ്വതി രുദ്ര.